അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ സുന്ദര സുദിനത്തിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. അങ്ങ് പുണ്യ മദീനത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യഗണത്തിൽ നിർത്താതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഏത് സമയത്തും അതിരുകളിലൂടെ സ്വലാത്ത് ഉരുവിട്ടുകൊണ്ടിരുന്നു. കാട്ടിൽ നിന്നും അത് ജൂതജനങ്ങൾക്ക് അതത്ര പിടിച്ചിരുന്നില്ല. കാട്ടിൽ നിന്നും വിറക് വെട്ടി അത് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റായിരുന്നു ആ സ്വഹാബി ജീവിച്ചിരുന്നത്. വിറക് വെട്ടാൻ കാട്ടിൽ പ്രവേശിച്ചതും ജൂതന്മാർ അദ്ദേഹത്തെ വളഞ്ഞു. മുഹമ്മദിൻ്റെ പ്രകീർത്തനങ്ങൾ കുരന്ന് നിന്റെ നാവ് ഞങ്ങൾ അരിയുമെടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ പരിശുദ്ധ നാവ് അവർ അരിഞ്ഞെടുത്തു. പിന്നീട് അത്യധികം ദുഃഖിതനായി സ്വഹാബി തിരുനബിയെ സന്ദർശിച്ചു. തൻ്റെ നാവ് മുറിഞ്ഞതിലായിരുന്നില്ല സ്വഹാബിക്ക് സങ്കടം. ഇന്നും മുഹമ്മദിൻ്റെ മേൽ എങ്ങനെ സ്വലാത്തു ചൊല്ലും എന്നോർത്തായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിച്ച ശേഷം അല്പം ഉമിനീർ പുരട്ടി ആ പരിശുദ്ധ നാവ് ഉറപ്പിച്ചു കൊടുത്തു. ഇനിയും തിരുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയുമല്ലോ എന്നോർത്ത് സന്തോഷത്തിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ പിന്നെ സ്വലാത്തിലൂടെ നമുക്കും തിരുനബിയിലേക്ക് അടുക്കാമല്ലോ അല്ലേ കൂട്ടുകാരെ? അസ്സലാമു അലൈക്കും.